ഒരിക്കൽ സെക്കര്യാവ് ദൈവസന്നിധിയിൽ ധൂപം കാട്ടുവാൻ വേണ്ടി പോകുമ്പോൾ അവൻ പോലും ചിന്തിക്കാത്ത സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ സെക്കര്യാവിന് വേണ്ടി ഇറങ്ങുന്നു. എന്നിട്ട് സെക്കര്യാവിനോട് ഇപ്രകാരം പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിരിക്കുന്നു. സെക്കര്യാവ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചുപോയി. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്തായിരുന്നു അവൻ കേട്ട ദൈവശബ്ദം എന്ന് പറയുന്നത്. ഇന്ന് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് കൈമാറുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ പക്കൽ വരമേൽപ്പിച്ചിരിക്കുന്ന ശബ്ദമേറിയ പ്രവചന ശബ്ദം ഇതാണ്: നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയായിരിക്കുന്നു. ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ചിലരുടെ പ്രാർത്ഥനകൾക്ക് എന്തുകൊണ്ട് മറുപടി കിട്ടുന്നില്ല എന്ന ശക്തമായ ചോദ്യത്തിനുള്ള മറുപടി ആയിരിക്കും ഇന്നത്തെ മെസ്സേജിൽ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകി തന്നിരിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനാപൂർവം ഈ മെസ്സേജ് നിങ്ങൾ ശ്രദ്ധിച്ചോ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ, ഇതുവരെ മറുപടി കിട്ടാത്ത പ്രാർത്ഥനകളിൽ ഈ ദിവസങ്ങളിൽ സെക്കര്യാവിന് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതകരമായി പ്രാർത്ഥനയ്ക്ക് മറുപടി ആയതുപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവമാണ്. ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കൊടിയാട്ടിൽ ഇന്ന് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഈ ദൈവവചന സന്ദേശത്തിനും ശബ്ദമേറിയ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുളി ചെയ്ത, പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയരെ, നമ്മളുടെ ദൈവത്തിന്റെ പേര് തന്നെ പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ. സങ്കീർത്തനം പറയുന്നത് ഇപ്രകാരമാണ്: പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിങ്കലേക്ക് കടന്നു വരുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ ദൈവത്തിന് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരാൻ പറ്റും. ഇത് ഞാൻ പറയുമ്പോൾ നാളുകളായി പ്രാർത്ഥിച്ച് മറുപടി കിട്ടാതെ അവൻ വളരെയധികം ഭയത്തോടുകൂടി എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട്. അവരോട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നിലൂടെ സംസാരിക്കുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരുവാൻ ശക്തനായ ദൈവമാണ്, ശക്തനായ ദൈവമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിന്മേൽ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാത്തത്? ഒന്ന് രണ്ട് ഭാഗങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ വളരെയധികം ദാഹത്തോടും വളരെയധികം വാഞ്ചയോടും കൂടി ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിച്ച പ്രാർത്ഥനകൾക്ക് മറുപടി തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നിങ്ങളോടനുബന്ധിച്ച് സംസാരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ശക്തമേറിയ പ്രൊഫറ്റിക്കൽ വേർഡ് ഇതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് പറയുന്ന പ്രകാരമാണ്: യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. അവൻ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു. എനിക്ക് വളരെയധികം സന്തോഷം നൽകി തന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്, യേശു ശക്തനായ പ്രസംഗകനാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും ശക്തനായ, ആ കാലഘട്ടത്തിലല്ല ഈ കാലഘട്ടത്തിൽ വരെ, അവൻ ഇനി വരുവാനുള്ള കാലഘട്ടത്തിൽ പോലും യേശുക്രിസ്തു പ്രസംഗിച്ച പ്രസംഗങ്ങൾ പോലെ ആർക്കും പ്രസംഗിക്കാൻ പറ്റുകയില്ല. അതുപോലെയുള്ള ശക്തനായൊരു പ്രസംഗകനായിരുന്നു യേശുക്രിസ്തു. തന്റെ പ്രസംഗം കേൾക്കുവാൻ വേണ്ടി
മലയുടെ മുകളിലേക്ക് കടന്നുപോയ 5000-ത്തിലധികം വരുന്ന ജനം 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യേശുവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ആ വചനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. നമുക്കറിയാം, പ്രൈസ് ദി ലോർഡ്, അത്രയ്ക്ക് മാധുര്യമായിരുന്നു, അത്രയ്ക്ക് ശക്തിയുള്ളതായിരുന്നു യേശുക്രിസ്തുവിന്റെ പ്രസംഗം. എന്നിട്ടും ഒറ്റ ശിഷ്യന്മാർ പോലും യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നില്ല, ഞങ്ങളെ പ്രസംഗിക്കാൻ പഠിപ്പിക്കണമെന്നുള്ളത്. നമുക്കറിയാം, യേശുക്രിസ്തു ആ കാലഘട്ടത്തിൽ ഒരു വില്ലേജിൽ കൂടി നടന്നു പോയി കഴിഞ്ഞാൽ അവന്റെ പുറകെ ആൾക്കാർ വരും, ഞങ്ങളെ സൗഖ്യമാക്കാൻ പറഞ്ഞു. ഓൺ ദ സ്പോട്ടിൽ യേശു അവരെ സൗഖ്യമാക്കും. എന്നിട്ടും ഈ 12 ശിഷ്യന്മാരിൽ ഒരു വ്യക്തി പോലും അടുത്തു വന്നിട്ട് പറഞ്ഞില്ല, ഞങ്ങളെ സൗഖ്യമാക്കാൻ പഠിപ്പിക്കണമെന്ന്. യേശു ഒരു ദൈവാലയത്തിലേക്ക് കടന്നു ചെന്നാൽ, യേശുക്രിസ്തു ഒരു ക്രൗഡിലേക്ക് കടന്നു ചെന്നാൽ, അവിടെ ദുരാത്മ മണ്ഡലം ഉണ്ടെങ്കിൽ ആ ദുരാത്മ മണ്ഡലം അപ്പോൾ തന്നെ ഇളകി പുറത്തു വരും. എന്നിട്ടും യേശുവിന്റെ ശിഷ്യന്മാർ ഒരിക്കലും യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞില്ല, ഞങ്ങളെ ഭൂതത്തെ പുറത്താക്കുവാൻ പഠിപ്പിക്കണമെന്ന്. എന്നാൽ യേശുവിന്റെ ജീവിതം ശിഷ്യന്മാർ നോക്കിക്കഴിഞ്ഞപ്പോൾ അവന്റെ ഈ ശുശ്രൂഷകളെല്ലാം വെളിപ്പെട്ടത് ഒരു പ്രധാനപ്പെട്ട കീഴിലായിരുന്നു, അത് പ്രാർത്ഥനയായിരുന്നു. കാരണം യേശുക്രിസ്തു പിതാവിന്റെ അടുക്കൽ ചെന്ന് മണിക്കൂർ കണക്കിന് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ യേശുവിന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. എന്നിട്ടും പിതാവിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് രാവിലെ ഒരു സ്ഥലത്തേക്ക് ശുശ്രൂഷയ്ക്ക് പോകുകയുള്ളൂ. ഇത് ശിഷ്യന്മാർ കണ്ടു. ഈ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ വളരെ വൈകി യേശുക്രിസ്തു ശുശ്രൂഷ ആരംഭിച്ചു. അത് തീരുന്നത്, ആ ശുശ്രൂഷ തീരുന്നത് മണിക്കൂറുകൾ എടുത്തിട്ടാണ്. എന്നിട്ടും അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ നിർജ്ജന പ്രദേശത്തേക്ക് കടന്നുപോയി പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയിൽ കഴിയും. കമാൺ, ഇത് ശിഷ്യന്മാർ കണ്ട ഓരോ ദിവസവും അവർ അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയാണ്. അവർക്കറിയാം, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകൾ മൊത്തം വെളിപ്പെട്ടത് ആ പ്രാർത്ഥനയിൽ നിന്നായിരുന്നു. അവർക്ക് മനസ്സിലായി, യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയ്ക്ക് എന്തോ പ്രത്യേകതയുണ്ട്. 3.5 വർഷത്തെ ശുശ്രൂഷയിൽ യേശുക്രിസ്തു പിതാവിനോട് അപേക്ഷിച്ച ഒറ്റ പ്രാർത്ഥനകൾക്ക് പോലും മറുപടി ഇല്ലാതിരുന്നിട്ടില്ല. എല്ലാ പ്രാർത്ഥനകൾക്കും ദൂതൻ ഇറങ്ങേണ്ട സ്ഥലമാണെങ്കിൽ ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പിതാവേ എന്നെ മഹത്വപ്പെടുത്തണമേ എന്ന് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ് പുത്രനെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. 4 ദിവസം നാറ്റം വെച്ച് പ്രൈസ് ദി ലോർഡ് കല്ലറയ്ക്ക് നടുവിൽ നിന്നുകൊണ്ട് പിതാവിന്റെ മുഖത്തേക്ക് നോക്കി ലാസറെ പുറത്തു വരിക എന്ന് പറയുമ്പോൾ ലാസർ പുറത്തു വന്നു. ശിഷ്യന്മാർക്ക് മനസ്സിലായി, ആ പ്രാർത്ഥനയ്ക്ക് എന്തോ ശക്തിയുണ്ട്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാം, ഞാൻ വളരെ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വേർഡിനെ കൈമാറുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുവാൻ എന്റെ ദൈവം ശക്തനായ ദൈവമാണ്. അത് 4 ദിവസം നാറ്റം വെച്ചതുപോലെയുള്ള അനുഭവമാണെങ്കിലും അവിടെയും അത്ഭുതങ്ങൾ ചെയ്യുവാൻ യേശുവിന് പറ്റും. പക്ഷെ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ ഒരു രീതിയുണ്ട്. സ്വർഗത്തെ നിനക്ക്
നിനക്ക് പ്രാർത്ഥനയിൽ തുടരണമെങ്കിൽ യേശുക്രിസ്തു വെച്ചു പോയൊരു മാതൃകയുണ്ട്. അത് അതീവ രഹസ്യമാണ്. അതിലെ ആദ്യത്തെ ഭാഗം നമ്മൾ ഇന്ന് ഒരുമിച്ച് ചിന്തിക്കുകയാണ്. ഈ മെസ്സേജ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും എന്തുകൊണ്ടാണ് കഴിഞ്ഞ നാളുകളിൽ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരുന്നത് എന്ന്. ഒന്നാമത് യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പ്രാർത്ഥനയിൽ ആദ്യം ഉണ്ടാകേണ്ടത് ദൈവമായിരിക്കണം. അവനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നായിരിക്കണം പ്രാർത്ഥന തുടങ്ങേണ്ടത്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളുടെ പ്രാർത്ഥനകൾ വരുന്നത് ദൈവസന്നിധിയിൽ കടന്നു വരിക, എന്റെ ആവശ്യങ്ങൾ പറയുക, മടങ്ങിപ്പോവുക. അതല്ല പ്രാർത്ഥന. അതൊരു റിലേഷൻഷിപ്പിൽ നിന്ന് തുടങ്ങേണ്ടതാണ് പ്രാർത്ഥന. ഒരു മകൻ അപ്പനോട് സംസാരിക്കുന്നത് പോലെ, മകൻ തന്റെ ഉള്ളം തന്റെ പിതാവിനോട് പറയുന്നത് പോലെ അവനുമായിട്ടുള്ള ആഴമേറിയ കമ്മ്യൂണിക്കേഷനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതാണ് യേശുവിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾക്ക് ആദ്യം പഠിക്കാൻ പറ്റുന്നത്. അതൊരു ബന്ധമാണ്. അതിന്മേൽ സാർത്ഥതയില്ല. ഇന്ന് പല പ്രാർത്ഥനകളിലും സംഭവിക്കുന്നത് മൊത്തം സ്വാർത്ഥതയാണ്. എന്റെ കടം മാറണം, എന്റെ മക്കളുടെ കല്യാണം നടക്കണം, എന്റെ മക്കൾക്ക് ജോലി വേണം, എന്റെ 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 എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥനകൾ പലപ്പോഴും നമ്മളുടേതാക്കി മാറ്റുന്നു. എന്നാൽ അതിനപ്പുറമാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് അതിന്മേൽ സ്വാർത്ഥതയുണ്ടാകരുത്. യേശു പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ദൈവമായിരിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. അവനിൽ ഫോക്കസ്ഡ് ആകട്ടെ. അങ്ങനെ അവനിൽ ഫോക്കസ് ആയിട്ട് നിന്റെ പ്രാർത്ഥനകൾ നീ ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കുമ്പോൾ അവിടെയായിരിക്കും 100% റിസൾട്ട് നിനക്ക് കാണാൻ പറ്റുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി തിരുവനന്തപുരത്ത് നിന്നാണെന്ന് തോന്നുന്നു എന്നെ വിളിച്ചു. ഞാൻ കുറച്ച് തിരക്കായിരിക്കുന്ന സമയത്താണ്. ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഞാനിപ്പോൾ തിരക്കാണ്, എന്നെ വൈകിട്ട് വിളിക്കാൻ പറഞ്ഞു. പക്ഷേ എന്റെ പ്രാർത്ഥന വിഷയം ഒരു 2 മിനിറ്റ് ഒന്ന് കേട്ടാൽ മതി. സിസ്റ്റർ അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ സിസ്റ്റർ പറഞ്ഞോ. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. സിസ്റ്റർ പറഞ്ഞു, ബ്രദറെ ഇത് എന്റെ വിഷയമല്ല, ഞാനുമായിട്ട് റിലേറ്റഡ് ആയി നിൽക്കുന്ന വിഷയമല്ല. എന്റെ കടഭാരം മാറാനോ എന്റേതായ ഒരു വിഷയമല്ല ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നത്. എന്റെ ദേശത്തിൽ ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് ഒറ്റപ്പെട്ട് കിടക്കുകയാണ്, വളരെ നിരാശയിലാണ്. ആ കുഞ്ഞിന് വേണ്ടി ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് ഒന്നും കടന്നു പോകുന്നില്ല. ഡീറ്റെയിൽസ് സിസ്റ്റർ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഞാൻ ഹൃദയം തുറന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. പ്രാർത്ഥന എന്ന് പറയുന്നത് എൻ്റെ എന്നതിനേക്കാൾ ഉപരിയായിട്ട് അതിന്മേൽ വെളിപ്പെടേണ്ട ദൈവഹിതത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുക. ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറയാം. പ്രൈസ് ദി ലോർഡ്. ഹന്ന ആണ്ടുതോറും ദൈവാലയത്തിലേക്ക് പോകുമെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്. എന്നിട്ടും അവളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടിയില്ല.
ഇന്ന് പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാതെ ഭാരപ്പെടുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ സന്ദേശം ഇപ്പോൾ പറയുന്ന ഭാഗം വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേട്ടോ. എന്നാൽ ഈ ആണ്ട് അവൾ പോയപ്പോൾ അവൾ ഒരു തീരുമാനമെടുത്തു. അവൾ ദൈവത്തിന്റെ മുമ്പിൽ ഒരു ക്ലോസ് വെച്ചു. ഹന്നയുടെ വിഷയം നമുക്കറിയാമല്ലോ, ഒരു കുഞ്ഞില്ല എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അവൾ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, കഴിഞ്ഞ ആണ്ടിൽ നിന്ന് വ്യത്യസ്തമായത്, അവൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നു, അവളുടെ ഹൃദയം പകർന്നു, അവൾ ഉള്ളിന്റെ വേദനയിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: നീ എനിക്കൊരു മകനെ നൽകി തന്നാൽ അവൻ എനിക്ക് വേണ്ടി പ്രയോജനപ്പെടുമെന്നല്ല, എനിക്ക് സന്തോഷത്തോടുകൂടി കഴിയാമെന്നുള്ളതല്ലായിരുന്നു അവളുടെ പ്രാർത്ഥന. എനിക്ക് നീ ഒരു മകനെ നൽകി തന്നു കഴിഞ്ഞാൽ അത് ഞാൻ നിനക്ക് നൽകി തരും. ഇതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. സ്വാർത്ഥതയില്ലാത്തതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അവൾ പിടിച്ചു വെക്കുകയല്ല, അവളുടെ കുടുംബത്തിന് വേണ്ടി അനുഗ്രഹമുള്ള ഒരു മകനായി അവനെ വളർത്താമെന്നല്ല പറഞ്ഞത്. എനിക്കൊരു മകനെ നൽകി തന്നു കഴിഞ്ഞാൽ അവനെ ഞാൻ ദൈവാലയത്തിലേക്ക് കൊണ്ടുവന്നു വിടും. ഇത് തന്നെയാണ് യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയിൽ യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. അവിടെ പറയുന്ന പ്രകാരമാണ്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. കണ്ടോ പ്രാർത്ഥന? കണ്ടോ? ദൈവത്തെ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത്, നിന്റെ രാജ്യമാണ് എനിക്ക് ഇമ്പോർട്ടന്റ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളാണോ ഏറ്റവും ഇമ്പോർട്ടന്റ്, അതോ അതിനേക്കാൾ ഉപരിയായി കിട്ടിയ പ്രാർത്ഥന വിഷയം ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടിയാണോ? ഹന്ന പറഞ്ഞു, ഒരു മകനെ എനിക്ക് കിട്ടിയാൽ മതി. പുതിയ നിയമ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഞാൻ ദൈവരാജ്യത്തിനു വേണ്ടി കൊടുക്കും. നിന്റെ സമ്പത്ത് കൊണ്ട്, നിന്റെ ആരോഗ്യം കൊണ്ട്, നിന്റെ ലൈഫ് കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, നിനക്കാണോ പ്രയോജനം വരേണ്ടത്, അതോ ദൈവനാമ മഹത്വത്തിനു വേണ്ടിയാണോ പ്രയോജനം വരേണ്ടത്? ഹന്ന പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം കേട്ടു. ഹന്ന പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഹന്നയ്ക്ക് അറിയില്ലായിരുന്നു ആ പ്രാർത്ഥനയുടെ പവർ എന്താണ്, ആ പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന്. അവൾ ദൈവത്തിനു വേണ്ടി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ കൊടുക്കാതിരിക്കുകയല്ല. പല വ്യക്തികളും പ്രാർത്ഥന വിഷയങ്ങൾക്ക് മറുപടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒറ്റപ്പോക്കാണ്. പിന്നെ അവരെ കാണണമെങ്കിൽ അടുത്തൊരു വിഷയമാണ്, പക്ഷേ പ്രാർത്ഥിക്കണമെന്ന് പറയാം. ഈ 10 കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ 9 പേരും യേശുവിനെ വിട്ടുപോയി. ഒരു വ്യക്തി മാത്രം മടങ്ങി വന്ന് യേശുവിനോട് നന്ദി പറഞ്ഞു. ഹന്ന ചെയ്തത്, ആ കുഞ്ഞിനെ അവൾ നേർന്നതുപോലെ തന്നെ ദൈവാലയത്തിൽ കൊണ്ടുവന്നിട്ടു. അവൻ അവിടെ വളർന്നു. സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? ആ കുഞ്ഞിന്റെ മേൽ ദൈവിക ഫേവർ വെളിപ്പെട്ടു. നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവത്തിന് മറുപടി തരാൻ പറ്റും. ദൈവം മറുപടി തന്നിരിക്കും. പക്ഷെ ആ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവനാമ മഹത്വം എടുക്കുമോ? അങ്ങനെയുള്ള പ്രാർത്ഥനയാണെങ്കിൽ നിന്റെ ജീവിതത്തിന്മേൽ സ്പെഷ്യലായ ഫേവറുകൾ ദൈവം വീഴ്ത്തും. ആ കുഞ്ഞിന്റെ മുമ്പിൽ, ആ കുഞ്ഞെന്ന് പറയുന്ന ആ ശമൂവേൽ ബാലകന്റെ മുമ്പിൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ രാജാക്കന്മാർ കടന്നു വന്ന് അവന്റെ മുമ്പിൽ തല കുനിച്ചു നിന്നു. ഓ, ഇതാണ് പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത്. അവന്റെ മുൻപിൽ പുരോഹിതന്മാർ തല കുനിച്ചു നിന്നു. അവന്റെ മുൻപിൽ പ്രവാചകന്മാർ തല കുനിച്ചു നിന്നു. ചൂടാമന ഹൽബ്രബാല ഘടക ശംധന.
ഇതാണ് പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത്. നീ ദൈവഹിത പ്രകാരം പ്രാർത്ഥിച്ചു തുടങ്ങിയ നിന്റെ വിഷയങ്ങളിൽ നീ അറിയാതെ ദൈവിക ഫേവർ വരും. ദൈവിക ഫേവർ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നീ ഒരു ചരിത്രമാക്കി ദൈവം മാറ്റും. നിന്നെ ഒരു ചരിത്രമാക്കി എന്റെ ദൈവം മാറ്റും. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനകളുടെ ശൈലി മാറട്ടെ. ഞാൻ എന്നുള്ള പോയിന്റിൽ നിന്നുകൊണ്ട് മാറിയിട്ട് ദൈവമേ എല്ലാം നിന്റേതാണ്, നിന്റെ ഹിതപ്രകാരം എന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. എന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടിക്കഴിഞ്ഞാൽ എന്റെ രാജ്യം വളരുന്നതിനേക്കാൾ അധികമായി ദൈവരാജ്യം വളരുമെന്നുള്ള ഉറപ്പോടുകൂടി നീ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുന്നോട്ട് വാ. അവിടെയായിരിക്കും പ്രാർത്ഥനകളുടെ മറുപടികൾ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുന്നത്. പ്രാർത്ഥനയുടെ ശക്തി നിങ്ങൾ നോക്കണം. അവള് പറഞ്ഞു ദൈവനാമ മഹത്വത്തിനായിരിക്കും ഈ കുഞ്ഞ്. അതുപോലെ തന്നെ അവൾ ചെയ്തു. ആ കുഞ്ഞിനെ, ആ ബാലകനെ, ആ ശമൂവേലിനെ രാജ്യത്തിന്റെ കേന്ദ്രബിന്ദുവാക്കി എന്റെ ദൈവം മാറ്റി. എന്റെ ദൈവത്തിന് അത് ചെയ്യാൻ പറ്റുമെന്ന് ചിലരോട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുകയാണ്. ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഇന്ത്യൻ സമയം രാത്രി 9 മണിക്ക് ഞാൻ സൂം മീറ്റിംഗിൽ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും 2 മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂമിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അവിടെ അയച്ചു തരുന്നതായിരിക്കും. പ്രിയരേ, എന്റെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ പ്രാർത്ഥനകൾക്ക് മറുപടി തരാൻ പറ്റും. പക്ഷെ സാർത്ഥതയില്ലാത്ത ഒരു പ്രാർത്ഥനയായി ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ മാറട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ജനത്തിന്റെ മേൽ അവർ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകട്ടെ. കർത്താവ്, അവർ ദൈവത്തിൽ കേന്ദ്രീകൃതമായി പ്രാർത്ഥിക്കുവാൻ, ദൈവരാജ്യം ഫോക്കസ്ഡ് ആയി അവരെ പ്രാർത്ഥിക്കുവാൻ അവരെ പഠിപ്പിക്കണമേ. അവരിൽ നിന്ന് ദൈവത്തിലേക്ക് അവരുടെ നോട്ടം ഉണ്ടാകേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നിത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത്ഭുത രോഗസൗഖ്യത്തെ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. ദൈവപ്രവൃത്തിയെ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. അത്ഭുതങ്ങൾ നടക്കട്ടെ. ദൈവപ്രവൃത്തിക്കായി നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പിതാവേ. ആമേൻ, ആമേൻ. നമ്മുടെ ആത്മീയ കൂടിവരവുകൾ പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട്. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന്റെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. ആ മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30 തൊട്ട് 1 മണി വരെയുള്ള സമയമാണ് ആ മീറ്റിംഗിലേക്ക്. നിങ്ങൾ വേറെ ഏത് മീറ്റിംഗിലും പോകുന്നില്ലെങ്കിൽ ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ട്, നിങ്ങൾക്ക് അസാധ്യമാണെന്ന് തോന്നുന്ന വിഷയമാണെങ്കിൽ എൻ്റെ നമ്പറാണ് പ്രയർ ലൈൻ എന്നറിയപ്പെടുന്ന ആ സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. നാളെ വേറൊരു മെസ്സേജുമായി കാണാം. ഗാഡ് ബ്ലെസ് യു ആൾ.